ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. 8th സ്റ്റാൻഡേർഡ് ഫിസിക്സിൻ്റെ ഫോഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ ഘർഷണം എന്ന് പറയും. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ഈ വൈറ്റ് ബോർഡ് കണ്ടല്ലോ, ഈ വൈറ്റ് ബോർഡിലൂടെ ഞാൻ എൻ്റെ കൈ ഈ വിരൽ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യിക്കുകയാണ്. കണ്ടോ? ഈ രീതിയിൽ നിങ്ങളുടെ മുന്നിലെ ടേബിളിലോ ഏതെങ്കിലും ഒരു ഭിത്തിയിലോ എവിടെയെങ്കിലും ഈ രീതിയിൽ വിരലൊന്നിങ്ങനെ മൂവ് ചെയ്യിക്കുക. ഇങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? നമ്മളൊരു പെർട്ടിക്കുലർ ഫോഴ്സ് കൊടുത്ത് ഈ വിരലിനെ ഇങ്ങനെ മുന്നിലത്തെ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ എന്തോ ഒന്ന് നമ്മുടെ വിരലിനും ഈ സർഫേസിനും ഇടയിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്ന പോലെ തോന്നുന്നില്ലേ? അതാണ് ഫ്രിക്ഷൻ. ആ ഒരു ഗ്രിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്കതിനെ ഗ്രിപ്പെന്നോ ആ ഒരു പിടുത്തമെന്നോ പറയാം. നമുക്കൊരു പിടുത്തം തോന്നുന്നു, ഒരു ഗ്രിപ്പ് തോന്നുന്നു. ആ ഗ്രിപ്പിനെയും ആ പിടുത്തത്തിനെയും ഒക്കെ തന്നെയാണ് ഫ്രിക്ഷൻ എന്ന് ഏറ്റവും സിമ്പിളായി പറയാൻ കഴിയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റ് മോഷൻ ഉണ്ടാകുമ്പോൾ അഥവാ മറ്റൊരു സർഫേസിൽ സ്ലൈഡ് ചെയ്തുകൊണ്ട് ഉരസിക്കൊണ്ട് മറ്റൊരു സർഫേസിൽ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബോഡി, ഇവിടെ ആ ബോഡി എൻ്റെ കൈയാണ്, ആ ഒബ്ജക്റ്റ് മോഷൻ ഉണ്ടാക്കുമ്പോൾ ആ സർഫേസും ഈ ഒബ്ജക്റ്റുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു തടസ്സമായി തോന്നുന്ന ആ ഒരു ബലം ഉണ്ടല്ലോ, ഒരു പിടുത്തമെന്നോ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ആ എതിർ ദിശയിലുള്ള ആ ഒരു ബലത്തിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും സിമ്പിളായി ഇങ്ങനെ പറയാം. ഇനി എവിടെയൊക്കെ എന്തൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ടെന്ന് നോക്കാം. എവിടെയൊക്കെയാണ്? ഈ പ്രകൃതിയിൽ എപ്പോഴെല്ലാം ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിൽ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുമ്പോഴെല്ലാം ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? മോഷൻ ഉണ്ടാകുമ്പോൾ അഥവാ മോഷൻ ഉണ്ടാകാൻ ശ്രമിക്കുമ്പോൾ, ഒരു ഒബ്ജക്റ്റ് ചലിക്കുമ്പോൾ അഥവാ ചലിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് അനുഭവപ്പെടുന്നത്. അത് എങ്ങനെയായിരിക്കണം? മറ്റൊരു ഒബ്ജക്റ്റിൽ അഥവാ മറ്റൊരു സർഫേസിൽ ഉരസിക്കൊണ്ട് മറ്റൊരു സർഫേസിൽ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എപ്പോഴാണോ അപ്പോഴൊക്കെ ഈ പ്രകൃതിയിൽ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ ഭൂമിയിലായാലും സ്പേസിലായാലും ഒക്കെ അത് അനുഭവപ്പെടും. എങ്ങനെ? ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എപ്പോഴുണ്ടോ അപ്പോഴൊക്കെയുണ്ട്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഗ്രാവിറ്റി ആയിട്ടൊന്നും വലിയ ബന്ധമില്ല. അതുകൊണ്ട് അത് സ്പേസിലും രണ്ട് ഒബ്ജക്റ്റുകൾ ഇങ്ങനെ ഉരസുന്നുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞു. നമ്മുടെ കൈ നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു സർഫേസിൽ ഇങ്ങനെ ഉരച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടും പിന്നിലേക്ക് വലിക്കുന്ന ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഞാൻ ഈ രീതിയിൽ എൻ്റെ കൈ രണ്ടും കൂടി ഇങ്ങനെ ഉരയ്ക്കുകയാണെന്ന് വിചാരിക്കൂ. നമ്മളിങ്ങനെ കൈ രണ്ടും റബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? കൈയുടെ ഇടയിൽ ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ലേ? ആ ചൂട് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഈ ഒരു കൈ മറ്റൊരു കൈയുടെ ഈ സർഫേസിലൂടെ കോണ്ടാക്റ്റ് ചെയ്തല്ലേ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഈ കോണ്ടാക്റ്റിലൂടെ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നതും നമുക്ക് അതൊരു ചെറിയ വാംത്തായിട്ട് ഒരു ചെറിയ ചൂടായിട്ട് ഫീൽ ചെയ്യുന്നതും. വേറൊരു എക്സാമ്പിൾ, നമ്മൾ തീപ്പെട്ടി ഉരച്ച് കത്തിക്കുന്നു. ആ തീപ്പെട്ടിയുടെ ബോക്സും ആ മാച്ച് സ്റ്റിക്കും തീപ്പെട്ടി കൊള്ളിയും തമ്മിൽ ഇങ്ങനെ ഉരസുമ്പോൾ ഉണ്ടാകുന്ന അവിടെ ആ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കൊണ്ടാണ് ആ ഒരു സ്പാർക്കും തീയും ഒക്കെ അവിടെ ഉണ്ടാവുന്നത്. ഇതേപോലെ ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് ചുറ്റും നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എക്സാമ്പിൾസ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്കത് പോസിബിൾ ആവുന്നത് ഈ ഫ്രിക്ഷൻ കൊണ്ടാണ്. നടക്കുകയാണെങ്കിലും വണ്ടി ഓടിക്കുകയാണെങ്കിലും എഴുതുകയാണെങ്കിലും എന്ത് ചെയ്താലും ഫ്രിക്ഷൻ കൊണ്ട് തന്നെയാണ് നമുക്കത് പോസിബിൾ ആവുന്നത്. ഇനി ഒരു സംശയം തോന്നാം, ഇങ്ങനെ സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുമ്പോൾ മാത്രമേ ഫ്രിക്ഷൻ ഉണ്ടാവുന്നുള്ളൂ? അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ഫുട്ബോളിനെ കൺസിഡർ ചെയ്യൂ. ഇതൊരു ഫുട്ബോളാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ ഫുട്ബോളിനെ ഇങ്ങനെ നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് കിക്ക് ചെയ്ത് അതിനെ അടിച്ച് തെറിപ്പിക്കുമെന്ന് വിചാരിച്ചു. നല്ല ഫോഴ്സിൽ തെറിപ്പിച്ച് കഴിയുമ്പോൾ അത് കുറച്ചിങ്ങനെ മെള്ളിക്ക് പോയി ശേഷം അത് താഴേക്ക് വരുമല്ലോ. അപ്പോൾ അത് ഈ എയറിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അതൊരു മോഷനാണല്ലോ. ഫുട്ബോൾ എയറിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മോഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തോന്നാം ആ മോഷൻ്റെ സമയത്ത് ഫ്രിക്ഷൻ ഉണ്ടോ? കാരണം അത് താഴെ കൂടെ ഈ ഫ്ലോറിലൂടെ ഉരുണ്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടു ഫ്ലോറും ഈ ബോളും തമ്മിലുള്ള കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ബോൾ കുറച്ച് സമയം റോൾ ചെയ്യുന്നതിന് ശേഷം വന്ന് സ്റ്റോപ്പ് ആവുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. എന്നാൽ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ ഇത് ഒന്നുമായും കോണ്ടാക്ട് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ എയറിലൂടെയാണല്ലോ ഈ ബോൾ പറന്നു പോകുന്നത്. എയറിലൂടെ പറന്നു പോകുമ്പോൾ ആ ബോളിൻ്റെ സർഫേസ് മുഴുവനും ആ സർഫേസ് ഏരിയ മുഴുവനും എയറുമായിട്ട്
കോൺടാക്റ്റിലാണ് അല്ലേ, ചുറ്റുമുള്ള എയറുമായിട്ട് കോൺടാക്റ്റിലാണ്. അതുകൊണ്ട് എയർ മൂലം ഉണ്ടാകുന്നൊരു ഫ്രിക്ഷൻ ഈ ബോളിന് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ എയർ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു. ഇതേപോലെ തന്നെ വെള്ളത്തിനടിയിൽ ഫ്ലൂയിഡിലാണെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇതേപോലെ മൂവ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് ആണെങ്കിലും അതിനൊരു റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ എയറിൽ വരുന്നത് പോലെ തന്നെ അതിനെ എയറിലായാലും ഫ്ലൂയിഡിലായാലും നമ്മൾ പല പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും ബേസിക്കലി സംഭവിക്കുന്നത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട്, അത് എയർ ആയിക്കോട്ടെ, ഫ്ലൂയിഡ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇതേപോലത്തെ സോളിഡ് ആയിക്കോട്ടെ, അങ്ങനെ മറ്റൊരു ഒബ്ജക്റ്റുമായി കോൺടാക്റ്റിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നല്ലേ പറയുന്നത്, ഘർഷണം ഒരു ബലമാണെന്നൊക്കെയല്ലേ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു ഫോഴ്സ് എന്നാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എന്തുണ്ടാവും, ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാകും, ഡയറക്ഷനും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? വളരെ സിമ്പിളാണ്. നോക്കൂ, നമ്മൾ പറഞ്ഞു ഒരു മോഷൻ ഉണ്ടാകുമ്പോൾ ആ മോഷനെ തടസ്സപ്പെടുത്തുന്ന ഒരു ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് കണ്ടു. നമ്മളിങ്ങനെ ഫിംഗർ മൂവ് ചെയ്യുമ്പോൾ ആ മോഷനെ തടസ്സപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് തോന്നുക, ആ ഒരു ഗ്രിപ്പ് അല്ലേ, തടസ്സപ്പെടുത്തി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പം ഒരു മോഷന് തടസ്സം ഉണ്ടാകണമെങ്കിൽ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയായിരിക്കണം, ഇങ്ങോട്ടുള്ള ഞാൻ എൻ്റെ വിരൽ ഈ ഡയറക്ഷനിൽ നീക്കിയപ്പോൾ അതിനെ തടസ്സപ്പെടുത്തണമെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കണം, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം അല്ലേ. ഞാൻ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫീൽ ചെയ്യുന്ന ഒരു ഗ്രിപ്പാണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ. അതുകൊണ്ട് ഈ റൈറ്റ് സൈഡിലേക്കുള്ളത് മോഷൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെ പറയാം, മോഷൻ്റെ ഡയറക്ഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അതിനോടൊപ്പം തന്നെ ഒന്നുകൂടെ നോട്ട് ചെയ്ത് വെക്കുക, ഈ സർഫസ് മോഷൻ ഉണ്ടാകുന്ന ആ ഒരു സർഫസിന് പാരലലായി കൂടെ ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇത് നോക്കൂ, ഇവിടെ ഒരു ഫ്ലോറിൽ, ഇതൊരു ഫ്ലോറാണ്, അവിടെ ഒരു പെട്ടി വെച്ചിരിക്കുകയാണ്, എന്തോ വെയിറ്റ് ഉള്ള ഒരു ബോക്സ് ഇവിടെ വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ബോക്സിനെ അങ്ങോട്ട് പുഷ് ചെയ്ത് നീക്കണം, അങ്ങോട്ട് തള്ളി നീക്കണം, അതാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് അതിനെ തള്ളേണ്ടത് ഏത് ഡയറക്ഷനിലേക്കാണോ ആ ഡയറക്ഷനിലേക്ക് ഒരു പുഷിങ് ഫോഴ്സ് കൊടുക്കും. ശരിയല്ലേ? അതായത് ഇങ്ങനെ ഈ ഡയറക്ഷനിലേക്ക് ഞാനൊരു പുഷ് കൊടുക്കുന്നു, അങ്ങനെ ഒരു പുഷ് കൊടുക്കുന്നു. ഓക്കെ, അങ്ങോട്ട് പുഷ് ചെയ്ത് കഴിയുമ്പം ഈ ബോക്സ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് വിചാരിക്കൂ. മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും, ഏത് ഡയറക്ഷനിലേക്കാണ് മോഷൻ ഉണ്ടാവുക, അങ്ങോട്ടല്ലേ പുഷ് ചെയ്തത്, അപ്പോൾ അങ്ങോട്ട് തന്നെ ആയിരിക്കുമല്ലോ മോഷൻ ഉണ്ടാവുന്നത്, ആ ഡയറക്ഷനിലേക്ക് തന്നെ മോഷൻ ഉണ്ടാവുന്നു. അങ്ങോട്ട് തള്ളുന്നു, ഈ പെട്ടി ആ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് തുടങ്ങുന്നു. ഈ കേസിൽ എങ്ങോട്ടായിരിക്കും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെയാണ് ഉണ്ടാവുക, അത് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക? പറയൂ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു കോൺടാക്ട് ഫോഴ്സ് അല്ലേ. അപ്പോൾ ഈ പെട്ടിയും ഈ ഫ്ലോറും തമ്മിലുള്ള കോൺടാക്റ്റ് ഉണ്ടാവുന്നത് ഏത് ഫേസിലാണ്, ഇവിടെയല്ലേ, ഈ സ്ഥലത്തല്ലേ രണ്ടും കൂടെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നത്. ഏത് ഡയറക്ഷനിലുണ്ടാവുന്നു, മോഷൻ ആ റൈറ്റ് സൈഡിലേക്കല്ലേ ഉണ്ടായത്, അപ്പം നേരെ ഓപ്പോസിറ്റ് ആയ ഡയറക്ഷനിലേക്ക്, അതായത് ഇതാ ഇങ്ങനെയുള്ളൊരു ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നു. ഫ്രിക്ഷൻ ഈ മോഷൻ ഉണ്ടായതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ കോൺടാക്റ്റ് ചെയ്തിരിക്കുന്ന ഫേസിൽ ഈ കോൺടാക്റ്റ് ചെയ്ത സർഫസിന് പാരലലായി അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് ഫ്രിക്ഷനെ നേരെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. എളുപ്പമല്ലേ? ഇനി നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ കോറിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രിക്ഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞു നോക്കാം. When a body moves or tends to move on the surface of another body, a force is experienced parallel to the surface which opposes the relative motion between them. This is friction. ഇതാണ് നമുക്ക് ഫ്രിക്ഷൻ്റെ ഡെഫിനേഷനായി പറയാവുന്നത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വെറുതെ ഒരു ബോഡി ഒരു നിലത്തിങ്ങനെ റെസ്റ്റ് ചെയ്ത് നമ്മളൊരു ബാഗ് വെച്ചിരിക്കുകയാണ്, അത് അനങ്ങുന്നില്ല, വെറുതെ ഒരു ബോൾ അല്ലെങ്കിൽ ഒരു ബാഗ് അവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവുന്നില്ല. ഫ്രിക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഏറ്റവും നെസസറി കണ്ടീഷൻ അവിടെ മോഷൻ ഉണ്ടാവണം, അഥവാ ആ ബോഡി മൂവ് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കണം. കറൻ്റ്ലി മൂവ് ചെയ്യുന്നില്ലെങ്കിലും ആ ബോഡി മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ടെൻസ് ടു മൂവ്. ഒന്നെങ്കിൽ ആ ബോഡി മോഷനിലായിരിക്കണം, അതല്ലെങ്കിൽ ആ ബോഡി മൂവ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കണം. ഈ കണ്ടീഷനിൽ മാത്രമേ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നുള്ളൂ. അതല്ലാതെ വെറുതെ ഒരു ബോക്സ് നിലത്ത് വെറുതെ വെച്ചിരിക്കുകയാണ്, അതിനെ മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നുമില്ല, അത് മൂവ് ചെയ്യുന്നുമില്ല എന്നാണെങ്കിൽ ആ ബോഡിയിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എന്നും മനസ്സിലാക്കണം.
ഇനി നമുക്ക് ഫ്രിക്ഷൻ്റെ കോസസ് എന്താണെന്നും അതായത് ഫ്രിക്ഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നും ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫ്രിക്ഷൻ എന്തൊക്കെയാണ്, അതായത് ഫ്രിക്ഷനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്? രണ്ട് വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട് അതുണ്ടാകുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വളരെ പരിചയമുള്ള 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ നടന്നു പോകുന്നു, റോഡിലൂടെയോ ഒരു ഫ്ലോറിലൂടെയോ നമ്മൾ നടന്നു പോകുന്നു എങ്കിൽ നമ്മുടെ കാലിൻ്റെ ഉൾഭാഗവും ആ തറയും തമ്മിലുള്ള കോണ്ടാക്റ്റിലൂടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് നടന്നു പോകാൻ പറ്റുന്നത്, മുന്നോട്ട് കുതിക്കാനായി പറ്റുന്നത്. അത് മനസ്സിലായോ? അതായത് ആ റോഡിൽ നിന്ന് കിട്ടുന്ന ഒരു ഗ്രിപ്പ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് നീങ്ങാനായി കഴിയുള്ളൂ. ആ ഗ്രിപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റാതെ വരില്ല, നമ്മൾ തെന്നി വീഴില്ലേ. അതായത് ഇപ്പോൾ തെന്നി കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കുറച്ച് എണ്ണ വീണ ഒരു സ്ഥലത്തോ വെള്ളം വീണ സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു പഴത്തൊലിയിലോ ഒക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് വീണ് പോകുന്നത്? കാലിനടിയിലെ ഗ്രിപ്പ് ഇല്ലാതായി പോകുന്നത് കൊണ്ടല്ലേ. അതായത് ആ ഗ്രിപ്പാണ് ഫ്രിക്ഷൻ എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ കാലും ആ റോഡും കൂടെയുള്ള കോൺടാക്റ്റിലൂടെ ഉണ്ടാകുന്ന ആ ഒരു ഗ്രിപ്പ് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നത് അല്ലേ. പെട്ടെന്ന് ആ റഫ്നെസ് പോയി കഴിഞ്ഞാൽ, ആ റോഡിൻ്റെ റഫ്നെസ് പോയി അത് സ്മൂത്ത് ആവുന്നു, എണ്ണ വീണു അല്ലെങ്കിൽ വെള്ളം വീണു, അതങ്ങ് സ്മൂത്ത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തെന്നി വീഴുന്നത് എന്തുകൊണ്ടാണ്? ആ ഗ്രിപ്പ് പോകുന്നുണ്ട്, ആ ഫ്രിക്ഷൻ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? റഫ്നെസ് കൂടുകയാണെങ്കിൽ ഫ്രിക്ഷൻ കൂടും അല്ലേ. റഫായിട്ടുള്ള സ്ഥലങ്ങളിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കുമെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ടല്ലേ റഫായിട്ടുള്ള റോഡിൽ കൂടെ എളുപ്പത്തിൽ നടക്കാൻ പറ്റുന്നു. നന്നായി തെന്നി കിടക്കുന്ന ഒരു തറയിലൂടെ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്, തെന്നി വീഴുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് സ്മൂത്ത്നെസ് കൂടുകയാണെങ്കിൽ ഫ്രിക്ഷൻ കുറയുന്നു. അതേസമയം റഫ്നെസ്, ആ ഒരു പരിപരിപ്പ് കൂടുകയാണെങ്കിലോ ഫ്രിക്ഷനും കൂടുന്നു. ഇത് നമുക്കറിയാവുന്ന കാര്യമുള്ളൂ. 1-2 കാര്യങ്ങളും കൂടെ നോക്കാം. നമ്മൾ ചോക്ക് കൊണ്ട് ബ്ലാക്ക് ബോർഡിൽ എഴുതില്ലേ, ഇതേപോലത്തെ ബോർഡല്ല, നമ്മുടെ ക്ലാസ് റൂമിലെ ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതാൻ നമുക്ക് സാധിക്കും. അതെന്തുകൊണ്ടാണ്? ആ ചോക്കിൻ്റെയും ആ ബോർഡിൻ്റെയും ഇടയിലുള്ള ആ റഫ്നെസ് കൊണ്ടൊരു ഫ്രിക്ഷൻ ഉണ്ടാകുന്ന ആ ഗ്രിപ്പ് കൊണ്ടാണ് നമുക്ക് ചോക്ക് കൊണ്ട് എഴുതാൻ സാധിക്കുന്നത്. അതേസമയം അതേപോലെ ഒരു ചോക്ക് കൊണ്ടുവന്ന് ഇതേപോലത്തെ കുറച്ചുകൂടെ സ്മൂത്ത്, നമ്മുടെ ബ്ലാക്ക് ബോർഡിനേക്കാളും നല്ല സ്മൂത്തായിട്ടുള്ള ഇതേപോലത്തെ വൈറ്റ് ബോർഡിൽ കൊണ്ടുവന്ന് ആ ചോക്ക് കൊണ്ട് എഴുതാൻ നോക്കിയാലോ തെളിയുമോ? തെളിയില്ല. എന്തുകൊണ്ടാണ്? അവിടെ സ്മൂത്ത്നെസ് കൂടുതലാണ്. സ്മൂത്ത്നെസ് കൂടിയപ്പോൾ എന്ത് പറ്റി? ഫ്രിക്ഷൻ കുറഞ്ഞു. ഫ്രിക്ഷൻ കുറഞ്ഞപ്പോൾ എഴുതിയത് അവിടെ തെളിഞ്ഞു വരില്ല. ആ ഫ്രിക്ഷൻ കൊണ്ടായിരുന്നു അവിടെ ബ്ലാക്ക് ബോർഡിൽ റഫ്നെസ് കൂടുതലായിരുന്നു, അതുകൊണ്ട് അവിടെ ഫ്രിക്ഷൻ കൂടുതലായിരുന്നു, അതുകൊണ്ട് അവിടെ എഴുതിയത് തെളിഞ്ഞു വന്നിരുന്നു. ശരിയല്ലേ? അതേപോലെ കാറിൻ്റെ കാര്യമായാലും മഴ വീണ് സൈക്കിൾ ചവിട്ടുന്നവരാണെങ്കിൽ അത് നന്നായി മനസ്സിലായി. ഇപ്പോൾ റോഡിൽ നന്നായി വെള്ളം വീണ് ഒക്കെ മഴ പെയ്ത് തെന്നി കിടക്കുകയാണെങ്കിൽ നമ്മൾ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താനായി സാധിക്കില്ല. എന്തുകൊണ്ടാണ്? ആ ഫ്രിക്ഷൻ കൊണ്ട് അത് നിൽക്കുന്നില്ല, അതങ്ങ് തെന്നി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? റഫ്നെസ് കൂടുന്ന സ്ഥലങ്ങളിൽ ഫ്രിക്ഷൻ കൂടുന്നു, ഗ്രിപ്പ് കൂടുന്നു, ആ ഒരു പിടുത്തം കൂടുന്നു. ശരിയല്ലേ? എന്നാൽ സ്മൂത്ത്നെസ് കൂടിയിരിക്കുമ്പോൾ റഫ്നെസ് കുറഞ്ഞ് സ്മൂത്തായി വരുമ്പോഴോ ഫ്രിക്ഷൻ കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലായല്ലോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫ്രിക്ഷനിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന 1ാമത്തെ ഫാക്ടർ ഏതാണ്? സ്മൂത്ത്നെസ് അല്ലേ. സ്മൂത്ത്നെസ് ഓഫ് ദ സർഫേസ് എന്ന് പറയുന്നത് 1ാമത്തെ ഫാക്ടറായി നമുക്ക് എഴുതാം. ഫ്രിക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന 1ാമത്തെ ഘടകമായിട്ട് സ്മൂത്ത്നെസ് ഓഫ് സർഫേസ് ഞാൻ എഴുതി. സ്മൂത്ത്നെസ് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ, അതായത് പരിപരിപ്പാണ് ഉള്ളതെങ്കിൽ ഫ്രിക്ഷൻ കൂടുന്നു, പരിപരിപ്പില്ല സ്മൂത്ത്നെസ് ആണ് കൂടിയിരിക്കുന്നതെങ്കിൽ ഫ്രിക്ഷൻ കുറയുന്നു. അത് മനസ്സിലായല്ലോ. ഇനി ഇത് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നമ്മൾ ഒരു ബോക്സിനെ നേരത്തെ കണ്ട പോലെ ഈ ഫ്ലോറിൽ വെച്ച് പുഷ് ചെയ്യുകയാണ്. നേരത്തെ കണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ തള്ളി നീക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രിക്ഷൻ ഏത് ഡയറക്ഷനിൽ അനുഭവപ്പെടുന്നു? ഈ ഡയറക്ഷനിൽ ഫ്രിക്ഷൻ വരുന്നു. ഫ്രിക്ഷൻ എഫ് എന്ന് കാണിക്കാം. അങ്ങോട്ടുള്ളതിനെ മോഷൻ ആ ഡയറക്ഷനിലാണെന്നും ഞാൻ കാണിക്കുന്നു. ശരി, ഈ കേസിൽ ഈ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ബോക്സും ഈ ഫ്ലോറും തമ്മിൽ കോണ്ടാക്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയയിലല്ലേ? ആണല്ലോ. ഇവിടെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഒരു ഏരിയയെ നമ്മൾ വളരെ മൈക്രോസ്കോപ്പിക് ലെവലിൽ നോക്കുകയാണെന്ന് വിചാരിക്കൂ. അതായത് വളരെ സൂക്ഷ്മമായി നോക്കുന്നു. ഓക്കെ, അപ്പം എങ്ങനെയായാലും വളരെ എക്സ്ട്രീം സ്മൂത്തായിട്ട് വരില്ലല്ലോ, കുറച്ച് പരുപരുത്തതായിരിക്കും. ഈ ബോക്സിൻ്റെ സർഫേസ്, ഈ ബോക്സിനെ ഈ തറയിൽ തൊട്ട് നിൽക്കുന്ന ഈ ബോക്സിൻ്റെ സർഫേസ് ഞാനിവിടെ വരയ്ക്കുക. കുറച്ച് പരുപരുത്തതായിരിക്കുമേ, കുറച്ച് പരുപരുത്തതായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ മൈക്രോസ്കോപ്പിക് ലെവലിലാണ് നമ്മൾ നോക്കുന്നത്. മൈക്രോസ്കോപ്പിക് ലെവലിലെന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായിട്ട് ഇതിൻ്റെ സർഫസ് എങ്ങനെ ഇരിക്കുമെന്ന്. ഏറ്റവും സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിരിക്കില്ല, എന്തെങ്കിലും പരുപരുപ്പ് എന്തായാലും അവിടെ ഉണ്ടാവും.
അതായത് ഇങ്ങനെ കുഴികളും കുന്നുകളും പോലെയുള്ളൊരു ഇറഗുലർ സ്ട്രക്ചർ എന്ന് പറയാം. ഇറഗുലർ സ്ട്രക്ചർ ആയിരിക്കാം ഈ ബോക്സിനുള്ളത്. ഓക്കെ, ഇനി ഈ ഫ്ലോറിൻ്റെ ഈ കോൺടാക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഫ്ലോറിൻ്റെ സർഫസ് വരച്ച് നോക്കാം. ഫ്ലോറിൻ്റെ സർഫസാണ് ഇത്. ഈ ഫ്ലോറിൻ്റെ താഴെ ആ ഫ്ലോറിൻ്റെ സർഫസ് വരയ്ക്കുന്നു. ഫ്ലോറിൻ്റെ സർഫസിലും ഇതേപോലെ ഇറഗുലാരിറ്റീസ് ഉണ്ട്. ഇറഗുലാരിറ്റീസ് നമുക്ക് ഇനി വിളിക്കാം. ഈ കുന്നുകളും കുഴികളും പോലെയുള്ള ഈ ഒരു സ്ട്രക്ചറിനെ ഇറഗുലാരിറ്റീസ് എന്ന് വിളിക്കുന്നു. അപ്പം ഇതാണ് ആ ബോക്സിലെ ഇറഗുലാരിറ്റീസ് കാണിച്ചിരിക്കുന്നു. ഇത് ആ ഫ്ലോറിൻ്റെ. മനസ്സിലായല്ലോ? ഇത് തമ്മിലാണ് ഇവിടെ കോൺടാക്റ്റിൽ വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? ഈ ഒരു കോൺടാക്റ്റിംഗ് സർഫസാണ് ഇവിടെ വളരെ സൂക്ഷ്മമായി മൈക്രോസ്കോപ്പിക് ലെവലിൽ കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിങ്ങനെ അകന്നകന്നല്ലല്ലോ നിൽക്കുന്നത്. ഇപ്പോൾ കാണാൻ വേണ്ടി അകത്തി വരച്ചതാണ്. ഇത് അടുത്തങ്ങ് ചേർന്നല്ലേ ഇരിക്കുന്നത്. ഇതങ്ങ് ചേർന്നിരിക്കുമ്പോൾ എന്ത് പറ്റുന്നു? ഈ ഇറഗുലാരിറ്റീസ്, അതായത് ഈ കുന്നുകളും കുഴികളും പോലുള്ള ഈ സ്ട്രക്ചേഴ്സ് പരസ്പരം കൊളുത്തിപ്പിടിക്കുന്നു. അതായത് പരസ്പരം ഇൻ്റർലോക്ക് ആവുന്നു. ശരിയല്ലേ? ഈ ഒരു ഇറഗുലാരിറ്റിയുടെ ഈ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു ഇറഗുലാരിറ്റി കയറിയിരിക്കുന്നു. മനസ്സിലായോ? ആ രീതിയിൽ അത് ഇൻ്റർലോക്ക് ആകുന്നു. ശരിയല്ലേ? അങ്ങനെ ഒരു ഇൻ്റർലോക്കിംഗ് സംഭവിച്ചിരിക്കുകയാണെങ്കിൽ, അതായത് ഇത് അടുത്തടുത്ത് ആണെങ്കിൽ, അതായത് ഇത് തീരെ ചേർന്നിരിക്കുമ്പോൾ, ഇതിപ്പോൾ ശകലം അകത്തി വരച്ചത് കാണാൻ വേണ്ടിയിട്ട്, അങ്ങനെ തീരെ ചേർന്ന് ഇൻ്റർലോക്ക്ഡായിട്ട് കൊളുത്തി പിടിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇങ്ങോട്ട് തള്ളാൻ വേണ്ടി ഒരു പുഷിംഗ് ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നതെന്ന് വിചാരിക്കൂ. ഇതിന് മുന്നോട്ട് നീങ്ങാനായിട്ടൊരു തടസ്സം ഉണ്ടാവില്ലേ? ഇതിങ്ങനെ ഇൻ്റർലോക്കായി ഇരിക്കുന്നത് കൊണ്ട്. ആ തടസ്സമാണ് ഫ്രിക്ഷൻ. മനസ്സിലായോ? അതായത് ഫ്രിക്ഷൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഇറഗുലാരിറ്റീസ് ഇൻ്റർലോക്ക്ഡായി ഇരിക്കുന്നത് കൊണ്ടാണെന്ന് പറയാം. അതുകൊണ്ട് ഫ്രിക്ഷൻ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ലെവലിൽ ഈ രണ്ട് സർഫസുകളിലും ഉള്ള ഇറഗുലാരിറ്റീസ്, കുന്നുകളും കുഴികളും പോലുള്ള ഈ സ്ട്രക്ചേഴ്സ് കൊളുത്തിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതായത് ഇൻ്റർലോക്ക്ഡ് ആയിരിക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ഇൻ്റർലോക്ക്ഡ് ആയിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പുഷ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഈ ലോക്കിങ് കാരണം ഇതിന് മുന്നോട്ട് നീങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കും. ശരിയല്ലേ? ഇനി വളരെ സ്മൂത്ത് ആയിരുന്നെങ്കിലോ, ഐഡിയൽ കേസാണ്, അങ്ങനെ ഒരു കേസ് ഇല്ല. സാങ്കല്പികമായി നമ്മൾ പറയുന്നു, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കേസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഒരു മാതൃകാപരമായ ഒരു കേസിൽ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ബോക്സിൻ്റെ മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ഇതേപോലെ സൂക്ഷ്മമായി നോക്കുമ്പോൾ ബോക്സിൽ ഇറഗുലാരിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ അതിങ്ങനെ സ്ട്രെയിറ്റ് ആയി തന്നെ ഇരിക്കും. ഫ്ലോറും ഇതേപോലെ സ്ട്രെയിറ്റ് ആയി തന്നെ ഇരിക്കും. അങ്ങനെ വളരെ സ്മൂത്തായാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് തമ്മിൽ ഇൻ്റർലോക്കിംഗ് ഇല്ല. ഇൻ്റർലോക്കിംഗ് ഇല്ലെങ്കിൽ പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് മുന്നോട്ട് പോകും. അതായത് ഫ്രിക്ഷൻ ഉണ്ടാവുന്നില്ല. എന്നാൽ ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ളൊരു കേസ് ശരിക്കും റിയൽ ലൈഫിൽ ഉണ്ടാവുന്നില്ല. എല്ലാ സർഫസിലും തീർച്ചയായും ഇതേപോലത്തെ ഇറഗുലാരിറ്റീസ് തീർച്ചയായും ഉണ്ടാകും. എന്നാൽ സ്മൂത്ത്നെസ് കൂടി വരും തോറും ഇതേപോലത്തെ കുന്നുകളും കുഴികളും പോലെയുള്ള സ്ട്രക്ചേഴ്സിന് കുറവ് സംഭവിക്കുമല്ലോ. ആ കുറവ് ഉള്ളത് കാരണമാണ് സ്മൂത്ത്നെസ് കൂടുമ്പോൾ കുറച്ചുകൂടെ സുഖമായി പോകുന്നതും റഫ്നെസ് ആണ് കൂടുന്നത്. പരിവരിപ്പ് കൂടുക എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലായി ഇങ്ങനെ കുന്നുകളും കുഴികളും പോലെയുണ്ട്. അപ്പോൾ ഫ്രിക്ഷൻ കൂടും. മനസ്സിലായോ? ആ ഒരു ഓപ്പോസിങ് ഫോഴ്സ് കൂടുന്നതായും തോന്നുന്നത്. ഇതേപോലത്തെ ഐഡിയലായി വളരെ സ്മൂത്ത് ആയിരിക്കുന്ന ഒരു കേസ് റിയൽ ലൈഫിൽ ഉണ്ടാവുന്നില്ല. ഇത് സാങ്കല്പികമായി കാണിക്കുന്നതാണ്. ശരിക്കുമുള്ള ബോക്സസിലോ ശരിക്കുമുള്ള ഫ്ലോറിലോ ഒക്കെ എന്തായാലും ഇതേപോലത്തെ ഇറഗുലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ കോസ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതേപോലത്തെ ഇറഗുലാരിറ്റീസ് ഇൻ്റർലോക്ക് ചെയ്യുന്നതാണ് ഫ്രിക്ഷൻ ഉണ്ടാവാനുള്ള ബേസിക് കാരണമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫ്രിക്ഷനിലെ ഒന്നാമത്തത് സ്മൂത്ത്നെസ് ആണെന്ന് നമ്മൾ പഠിച്ചു. ആ സ്മൂത്ത്നെസ്സും റഫ്നെസ്സും എങ്ങനെയാണ് ഫ്രിക്ഷന് കാരണമായി മാറുന്നതെന്നും ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കുക, ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന എളുപ്പത്തിലുള്ള ഒരു കാര്യം കൂടെ പറയാം. ഈ ബോക്സ്, ഇത് മുകളിലുള്ളത് ബോക്സാണല്ലോ, ഈ ബോക്സിന് വളരെ വെയിറ്റ് ഭയങ്കര കൂടുതലാണെന്ന് വിചാരിക്കുക. നല്ല വെയിറ്റ് കൂടിയ ഒരു ബോക്സാണിത്. നല്ല വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ നല്ലപോലെ ഒരു ഫോഴ്സ് ഈ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നു എന്നല്ല അർത്ഥം. നല്ല ഭാരം കൂടുതലാണ്. ഭാരം നല്ല കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഈ ഇറഗുലാരിറ്റീസ്, ഈ കുന്നുകളും കുഴികളും പോലുള്ള സ്ട്രക്ചേഴ്സ് കൂടുതൽ ശക്തമായി ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയല്ലേ? ശരിയല്ലേ? ഭാരം കുറവാണെങ്കിൽ അതിൻ്റെ ആ ഒരു കൊളുത്തിപ്പിടുത്തം ഇച്ചിരി കുറവായിരിക്കും. എന്നാൽ ഭാരം കൂടുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ശക്തമായ രീതിയിൽ ഇത് തമ്മിൽ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുക. അങ്ങനെ ശക്തമായി ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഭാരം കൂടിയ ഒരു സാധനത്തിന് നമ്മൾ പുഷ് ചെയ്യാനായിട്ട് കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരില്ലേ?
ശരിയല്ലേ? അതായത് ഭാരം കൂടുമ്പോൾ, വെയിറ്റ് കൂടുകയാണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലാണെന്നർത്ഥം. വെയിറ്റ് കൂടുമ്പോൾ ഇൻ്റർലോക്കിങ് കൂടുന്നു, അതായത് പുഷ് ചെയ്യാനായിട്ട് കൂടുതൽ എതിർബലം കാണിക്കുന്നു ഇത്. ശരിയല്ലേ? അപ്പോൾ ഫ്രിക്ഷൻ കൂടുതലാണെന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫ്രിക്ഷനിലെ രണ്ടാമത്തെ ഫാക്ടറായിട്ട് നമുക്ക് എന്തിനെ എഴുതാം? ഫോഴ്സ് ഓൺ ദ സർഫസ് ബൈ ദ ഒബ്ജക്റ്റ് എന്ന് എഴുതാം. വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ. വെയിറ്റ് കൂടുമ്പോഴത്തേക്കും ആ സർഫേസിൽ ആ ഒബ്ജക്റ്റ് ചെലുത്തുന്ന ഫോഴ്സ് കൂടും. അതുകൊണ്ട് ഫോഴ്സ് ഓൺ ദ സർഫേസ് ബൈ ദ ഒബ്ജക്റ്റ് എന്ന് എഴുതുകയാണ്. അത് മനസ്സിലായല്ലോ? ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഫ്രിക്ഷൻ എന്താണെന്നും എങ്ങനെയാണ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നതെന്നും ഫ്രിക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നും, അതായത് എന്തിനെല്ലാമാണ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നും ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ എന്തൊക്കെയാണെന്നും, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ എന്നുള്ള ഫ്രിക്ഷൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നും ഫ്രിക്ഷനെ സംബന്ധിച്ച ഒരു ചെറിയ ക്വസ്റ്റ്യനും ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.